വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് വനംവകുപ്പ് ജോലി നൽകുന്ന കാര്യം നിയമപരമായി പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് വനംവകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. കോതമംഗലം മണ്ഡലത്തിന്റെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് 650.16 ലക്ഷം രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതായും ഇക്കാര്യങ്ങൾ പ്രത്യേകമായി ചർച്ച ചെയ്യാൻ ചീഫ് ലൈഫ് വാർഡനോട് ഈ ആഴ്ച തന്നെ കോതമംഗലത്ത് എത്തുവാനായി ആവശ്യപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു. നിയമസഭയിൽ കോതമംഗലം എം.എൽ.എ. ആന്റണി ജോൺ ഉന്നയിച്ച സബ്മിഷനുള്ള മറുപടിയായാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. രൂക്ഷമായ വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സാർ എൻ്റെ ഈ സബ്മിഷൻ. ഇവിടെ കഴിഞ്ഞ 14ാം കേരള നിയമസഭയുടെ നിരവധി സമ്മേളനങ്ങളിലും ഈ 15ാം സഭയുടെ കഴിഞ്ഞ സമ്മേളനത്തിൽ ഉൾപ്പെടെ നിരവധി വട്ടം ഈ വിഷയം സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് സാർ. ഇവിടെ കേവലം കോതമംഗലത്തെ മാത്രം ഒരു പ്രശ്നമല്ല സാർ ഇത്. നിരവധി ആളുകൾ ഇപ്പോഴും കർഷകരും വനം വകുപ്പ് വാച്ചർമാരും അടക്കം ഗുരുതരമായി പരിക്കേറ്റ് കഴിയുകയാണ്. അതോടൊപ്പം തന്നെ വ്യാപകമായ കൃഷിനാശമടക്കമുള്ള അത്തരം സംഭവങ്ങൾ നിത്യേന വാർത്തയായി വരികയാണ്. അപ്പോൾ ഭീതിജനകമായ ഒരു സാഹചര്യമാണ് പ്രദേശങ്ങളിൽ 5 പഞ്ചായത്തുകളിൽ, അവിടെ കുട്ടമ്പുഴയിലും പിണ്ടിമനയിലും കീരമ്പാറയിലും കവളങ്ങാടും കോട്ടപ്പടിയിലും ഉൾപ്പെടെ ഈ 5 പഞ്ചായത്തുകളിലെ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ അതിരൂക്ഷമായ സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. കേന്ദ്ര നിയമത്തിൽ കാലാനുസൃതമായ മാറ്റങ്ങളടക്കം കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയെയും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നമ്മുടെ പാർലമെന്റ് അംഗങ്ങളെല്ലാം അതിന് നേതൃത്വപരമായി പങ്കുവഹിച്ചുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ കൂടി ഉണ്ടാകണം. അതിന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെയും ആത്മാർത്ഥമായ സഹകരണം കൂടി ഉണ്ടാകണമെന്ന് കൂടി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് വനംവകുപ്പ് ജോലി നൽകുന്ന കാര്യം നിയമപരമായി പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാമെന്നും കോതമംഗലം മണ്ഡലത്തിന്റെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് 650.16 ലക്ഷം രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതായും കാര്യങ്ങൾ പ്രത്യേകമായി ചർച്ച ചെയ്യാൻ ചീഫ് ലൈഫ് വാർഡനോട് ഈ ആഴ്ച തന്നെ കോതമംഗലത്ത് എത്തുവാനായി ആവശ്യപ്പെടുമെന്നും വനംവകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ അറിയിച്ചു. 650 ലക്ഷം രൂപയുടെ പ്രതിരോധ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 3 RRTകളും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഡിവിഷൻ എമർജൻസി കൺട്രോൾ റൂമും ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഈ ആഴ്ച തന്നെ കോതമംഗലത്തെത്തി ബന്ധപ്പെട്ടവരുമായും ഉദ്യോഗസ്ഥന്മാരുമായും ചർച്ചകൾ നടത്തി മുൻഗണനാക്രമത്തിൽ നടപ്പിലാക്കേണ്ട പരിപാടികൾ സംബന്ധിച്ച രൂപരേഖ നൽകുന്നതാണ്. ബഹുമാനപ്പെട്ട MLA അഭ്യർത്ഥിച്ച പോലെ പ്രതിപക്ഷ നേതാവിൻ്റെയും സഹായവും നിർദ്ദേശങ്ങളും ആ കാര്യത്തിൽ ഉണ്ടാക്കണം. നമുക്ക് യോജിച്ച് നേരിടേണ്ട ഒരു ജനകീയ പ്രശ്നം തന്നെയാണിത്. ആ പ്രശ്നത്തിന് വസ്തുതാപരമായി കഴിയാവുന്ന വിധത്തിലുള്ള നടപടികൾ സ്വീകരിക്കണം. മറ്റൊന്ന് സാർ, നമുക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന കാര്യത്തിൽ പ്രത്യേകിച്ചും കാർഷിക വിളകൾ നശിപ്പിക്കപ്പെട്ടാൽ ഇപ്പോൾ പഴയൊരു ഫോർമാറ്റ് വെച്ചാണ്, പഴയൊരു മാനദണ്ഡം വെച്ചാണ് പണം കൊടുക്കുന്നത്. അത് പുനഃപരിശോധിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ റവന്യൂ, വനം, കൃഷി വകുപ്പുകൾ സംയുക്തമായി ചേർന്ന് ആലോചിക്കുന്നത്. കോതമംഗലം എം.എൽ.എ. ആന്റണി ജോൺ ഉന്നയിച്ച സബ്മിഷന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി എം.എൽ.എ. ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചിട്ടുണ്ട് എന്നത് സ്വാഗതാർഹമാണ്. കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് സർക്കാരിന് നിയമപരമായി ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായവും ഉണ്ടാകുന്നതുമായിരിക്കും. നഷ്ടപരിഹാരം സമയബന്ധിതമായി ലഭ്യമാക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാട്ടാന ആക്രമണത്തിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് സർക്കാർ ജോലി നൽകണമെന്ന ആവശ്യത്തിന്റെ നിയമപരമായ സാധ്യത പരിശോധിക്കും. കാർഷിക വിളകളുടെ നഷ്ടപരിഹാരം സംബന്ധിച്ച വിഷയത്തിൽ 2024 മാർച്ച് വരെയുള്ള എല്ലാ അപേക്ഷകളിലും തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട്. ധനലഭ്യതയ്ക്കനുസരിച്ച് ബാക്കിയുള്ളവയിലും പരമാവധി വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനാണ് വനം വകുപ്പ് ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.